രഹസ്യം തുറന്നിട്ടും കിട്ടുന്നില്ല. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. വിക്രമാദിത്യ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായ ബ്രാഹ്മണനായിരുന്നു വരരുചി. അദ്ദേഹം സകല വിഷയങ്ങളിലും അറിവ് നേടി. രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണെന്ന് വിക്രമാദിത്യ സദസ്സിൽ നിന്നുയർന്ന ചോദ്യത്തിന് ഉത്തരവും തേടി നിരാശനായി അദ്ദേഹം ഘോര വനാന്തരങ്ങളിലൂടെ യാത്ര ആരംഭിച്ചു. എല്ലാം പ്രവചിക്കാൻ കഴിവുള്ള കാലനേമി പക്ഷികളെ, നിങ്ങൾ എങ്ങോട്ടാ ഈ പാതിരാവിൽ? ഓ, അതോ കേട്ടില്ലേ രാമായണത്തിലെ പ്രശസ്തമായ ശ്ലോകം? പണ്ഡിതനായ വരരുചിക്ക് അറിയില്ല പോലും. അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഒരു ചണ്ടാലന്റെ ചാളിയിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്കാ. പക്ഷേ എന്തു ചെയ്യാനാ? ആ പാവത്തിന് രാമായണത്തിലെ പ്രധാന ശ്ലോകം അറിയില്ല അല്ലേ? കഷ്ടം തന്നെ. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാദയഥാ സുഖം. ശ്രീരാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം വനവാസത്തിന് പോകുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണന് മാതാവായ സുമിത്ര നൽകുന്ന ഉപദേശമാണിത്. ശ്രീരാമനെ പിതാവായ ദശരഥന് തുല്യവും ജനകപുത്രിയായ സീതയെ മാതാവായും കാടിനെ അയോധ്യയായും കരുതണമെന്നാണ് സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞത്. ഓ, പാവം വരരുചി. അദ്ദേഹം വിവാഹം കഴിക്കുന്ന പെൺകുട്ടി 12 മക്കളെ പ്രസവിക്കും. അവർ 12 ജാതികളായി അറിയപ്പെടും. गणपति भगवाने, गणपति भगवाने, गणपति भगवाने नमामि, गणपति भगवाने, गणपति भगवाने. നിന്നുയർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയെ, ഉണരും പ്രഭാതത്തിൻ ഹവിസിൽ നിന്നുയർക്കും പഴവങ്ങാടിയുണ്ണി ഗണപതിയെ, ഗണപതി ഭഗവാനെ നമാമി, ഗണപതി ഭഗവാനെ.
മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ഉലകത്തിനൊക്കെയും നിൻ പ്രദക്ഷിണമായി. ഉമയ്ക്കും മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ഉലകത്തിനൊക്കെയും നിൻ പ്രദക്ഷിണമായി. ഹരിശ്രീ എന്നെഴുതുമ്പോൾ ഗണപതിയായി കാണും അടിയന്റെ വിഘ്നങ്ങൾ ഒഴിപ്പിക്കുമൊന്നായി നീ. ഹരിശ്രീ എന്നെഴുതുമ്പോൾ ഗണപതിയായി കാണും അടിയന്റെ വിഘ്നങ്ങൾ ഒഴിപ്പിക്കുമൊന്നായി നീ. ഗണപതി ഭഗവാനേ നമാമി. ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ. വർഷങ്ങൾ ചിലത് കടന്നുപോയി. സഞ്ചാരപ്രിയനായ വരരുചി തീർത്ഥാടനത്തിനിടയിൽ ഒരിക്കൽ ഒരു പഴയ ക്ഷേത്രത്തിനടുത്തെത്തി. ദാഹവും വിശപ്പും ക്ഷീണവും കൊണ്ട് തളർന്ന അദ്ദേഹം ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു വന്ധ്യവയോധികൻ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വരരുചിക്ക് സമീപം എത്തിയത്. ദാഹവും ക്ഷീണവും നന്നായി ഉണ്ട് ഇല്ലേ? വളരെ ദൂരത്തൂന്ന് വരികയാന്ന് തോന്നണു. ശരിയാണോ? അതെ, ഏറെ വിശപ്പും യാത്രാക്ഷീണവും ഉണ്ട്. നേരെ ഇശി വൈകി. ഇനി ഈ സായാഹ്നത്തില് എന്തു ചെയ്യാനാ? അങ്ങയെ കണ്ടിട്ട് ശ്രേഷ്ഠനാണെന്ന് തോന്നണു. അങ്ങയ്ക്ക് വിരോധമില്ലാച്ച ഇന്ന് രാത്രി നമ്മുടെ ഭവനത്തിൽ കഴിച്ചുകൂട്ടാം. എന്താ? ഓഹോ, പക്ഷെ നമുക്ക് ജീവിതത്തില് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അവിടുന്ന് സാധിക്കോ? തിരുമേനി പറയാ, ഈ സാധുവിന് പറ്റുമെങ്കിൽ കുളി കഴിഞ്ഞ് വന്നാ നമുക്ക് 101 കൂട്ടം കറികളും കൂട്ടി ഭേഷായി ഊണ് കഴിക്കണം. ഊണിന് ശേഷം 4 പേരെ തിന്നണം. അത് നിർബന്ധ. പിന്നെ 4 ആളെന്നെ ചുമക്കും വേണം. എന്താ, സാധിക്കോ? മകളോട് കൂടി നാം ഒന്ന് ആലോചിച്ചു പറയാം. ശരി ശരി, അങ്ങനെ ആയിക്കോട്ടെ. വൃദ്ധന്റെ ബുദ്ധിമതിയായ പഞ്ചമി എന്ന വളർത്തുമകൾ ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടതെല്ലാം കുളിച്ചു വരുമ്പോഴേക്കും ശരിയാക്കാമെന്ന് വിനയപൂർവം അറിയിച്ചു. നിമിഷ നേരം കൊണ്ട് കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞെത്തിയ ആ ബ്രാഹ്മണന് മുന്നിൽ അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം എല്ലാം ഒരുക്കി അവൾ കാത്തിരുന്നു. തന്റെ 3 സമസ്യകൾക്കും വളരെ കൃത്യതയോടെ ഉത്തരം പ്രവൃത്തിയിലൂടെ ചെയ്തു കാണിച്ച ആ സുന്ദരി അതീവ ബുദ്ധിശാലിയാണെന്ന് വരരുചി മനസ്സിലാക്കി. അവളിൽ സംപ്രീതനായ അദ്ദേഹം പഞ്ചമിയെ ജീവിത സഖിയാക്കാൻ ആഗ്രഹിക്കുകയും തന്റെ ആഗ്രഹം വൃദ്ധനായ പിതാവിനെ അറിയിക്കുകയും ചെയ്തു. വിവാഹാനന്തരം അവരുടെ ജീവിതം ഏറെ പരിക്ഷീണിതമായിരുന്നു. പഞ്ചമി, പഞ്ചമി, നമുക്ക് നീ വള്ളിക്കുടലിൽ വിശ്രമിക്കാം. എന്താ? എന്റെ പാപത്തിന്റെയും പുണ്യത്തിന്റെയും അവകാശിയായി വിധി നിയോഗിച്ചത് നിന്നെയാണ്. ഇനി നമുക്ക് വീടില്ല, നാടില്ല, കുടുംബമില്ല. വിധി നിഷേധങ്ങളുടെ ആരംഭക്രിയക്ക് കാരണക്കാരനാണ് വരരുചിയെന്ന് ലോകമറിയട്ടെ. എന്താ? ഈശ്വര, ഇതെന്തൊരു പരീക്ഷണം! അങ്ങയുടെ വാക്കുകൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സ്വാമി. പഞ്ചമി, വരരുചി മുരടനാണെന്നും ഗർവിഷ്ഠനാണെന്നും പറഞ്ഞോളൂ.
ഈ യാത്രയിൽ ഒപ്പം കൂടാൻ തയ്യാറാണെങ്കിൽ എനിക്കൊപ്പം വരൂ. വിധിയുമായുള്ള മനുഷ്യന്റെ പോരാട്ടത്തിന്റെ ആരംഭം നമുക്കിവിടെ തുടങ്ങാം. ആര് പറഞ്ഞു സ്വാമി അങ്ങ് മുരടനും ഗർഭിഷ്ഠനുമാണെന്ന്? പ്രിയെ, പരിവ്രാജക ജീവിതമാണ് നമ്മുടേത്. സൃഷ്ടികർമ്മം അതിൽപ്പെടും. ശുശ്രൂഷയും പരിചരണവും കുഞ്ഞിനെ വളർത്തലും ലൗകിക ധർമ്മങ്ങളാണ്. നമുക്കതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഈശ്വര, എന്തായത്? കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടെന്നോ? श्रीपार्थसारथे पाहि मां श्रुतजनपालया पाहि मां श्रीपार्थसारथे पाहि मां श्रुतजनपालया पाहि मां ൂരിരുൾ ചിറകടിച്ചാക്കും ഭീകര ഘോരവനങ്ങളിലൂടെ ൂരിരുൾ ചിറകടിച്ചാക്കും ഭീകര ഘോരവനങ്ങളിലൂടെ വറ്റിയ നീർച്ചാലുകളിൽ കത്തും മരുഭൂമിയിലൂടെ ആവൽ ഞാനലയുന്നു ജീവിതമാമി രഥമുരുളാതെ ശ്രീപാർത്ഥസാരഥേ പാഹി മാം ശ്രുതജനപാലയാ പാഹി മാം ശ്രീപാർത്ഥസാരഥേ പാഹി മാം ശ്രുതജനപാലയാ പാഹി മാം വികാരശതങ്ങൾ പിടയും കൃത്തൊരു രണായണമല്ലോ മുഗ്ധവികാരശതങ്ങൾ പിടയും കൃത്തൊരു രണായണമല്ലോ ഉറ്റവരൻപിൻ ഉറവുകളുടയവർ ഉറ്റവരൻപിൻ ഉറവുകളുടയവർ ചുറ്റും നിരയായി നിൽക്കുകയിൽ ആശ്രിതവത്സല ഞാൻ തളരുന്നു ആരോടടരാടും എന്നറിയാതെ ശ്രീപാർത്ഥസാരഥേ പാഹി മാം ശ്രുതജനപാലയാ പാഹി മാം ശ്രീപാർത്ഥസാരഥേ പാഹി മാം ശ്രുതജനപാലയാ പാഹി മാം. പഞ്ചമി ജന്മം നൽകിയ 12 പേരടങ്ങിയ ആ വംശപരമ്പരയാണ് പറയപ്പെട്ട പന്തിരുകുലം. നിളാതീരത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഉപേക്ഷിച്ച 11 കുഞ്ഞുങ്ങളെയും വിവിധ ജാതികളിലും കുലത്തിലും പെട്ടവർ എടുത്തു വളർത്തി. ജാതിമതത്തിന് അതീതരായി നാനാത്വത്തിൽ ഏകത്വം എന്ന ആർഷഭാരതത്തിന്റെ ആപ്തവാക്യം മനസ്സിലുറപ്പിച്ച് വ്യത്യസ്ത കർമ്മപഥങ്ങളിലൂടെ അവർ വളർന്നു.
അമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നെറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. ഉച്ചയായോടാ, ഉച്ചയിലായോടാ സൂര്യ. ആർക്കാണ് ഭ്രാന്ത്? ആർക്കാണ് ഭ്രാന്തില്ലാത്തത്? പ്രവൃത്തിയിലെ ഈ വൈചിത്ര്യവും പെരുമാറ്റത്തിലെ അസാധാരണത്വവുമാണ് നാരായണത്തിനെ ഭ്രാന്തനാക്കി മാറ്റിയത്. മലയുടെ താഴ്വാരത്തു നിന്ന് വലിയ ഉരുളൻ പാറക്കല്ലുകൾ ഉരുട്ടി മലയുടെ ഉന്നതമായ അഗ്രത്തിൽ കൊണ്ടുചെന്ന ശേഷം അവ താഴെ കുരുട്ടിവിട്ട് കൈകൊട്ടിച്ചിരിക്കുക അദ്ദേഹത്തിന്റെ കൃത്യതയാർന്ന ദിനചര്യകളിൽ ഒന്നായിരുന്നു. ഈ പ്രവൃത്തി കണ്ടാൽ ഭ്രാന്ത് എന്നല്ലാതെ മറ്റെന്താണ് പറയുക? പക്ഷേ ഈ ഭ്രാന്തിന് പുറകിൽ വലിയ ഒരു സന്ദേശമുണ്ട്. കഠിന പ്രയത്നം ചെയ്താൽ ഏതൊരാൾക്കും അഭ്യുന്നതിയിൽ എത്തിച്ചേരാനാവും. എന്നാൽ ഉന്നത സ്ഥാനത്തു നിന്ന് നിലം പതിക്കാനും സമ്പാദിച്ച സൽപ്പേര് നഷ്ടപ്പെടാനും നിമിഷനേരം മാത്രം മതി എന്ന വലിയ ചിന്തയാണ് നാരായണത്വ ഭ്രാന്തൻ ലോകത്തിന് നൽകിയത്. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. മോഹജടിലം തപസാകി മാഞ്ഞു പോകുമ്പോൾ ഉള്ളിൽ നമഃശിവായ സുകൃതമന്ത്രം ഉദയമാകേണം. ഭസ്മമിട്ടൊരു മനമുണർത്തും വേദസംഗീതം, ജ്ഞാനമുദ്രയേന്തും മൂർത്തി നൽകും തത്വമാഹാത്മ്യം. ഭ്രാന്തനും മൂകനും സ്വയമുണർത്താൻ നീയേ ഔഷധമായി മാറുന്ന ധ്യാനമൂർത്തി. ഭ്രാന്തനും മൂകനും സ്വയമുണർത്താൻ നീയേ ഔഷധമായി മാറുന്ന ധ്യാനമൂർത്തി. അഹങ്കാരം മദ്യമാക്കാം, അലങ്കാരം ഭിക്ഷയാക്കാം. അഹങ്കാരം മദ്യമാക്കാം, അലങ്കാരം ഭിക്ഷയാക്കാം. പ്രപഞ്ചത്തിൻ ഗുരുവല്ലോ ദക്ഷിണാമൂർത്തി. ആരാണ് നീ? നീ എന്തിനിവിടെ ഇരിക്കുന്നു? മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോകേൻ. നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ലേ? കണ്ടുകൂടെ? ഞാനൊരു പുരുഷനാണ്. ഇപ്പോൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഓഹോ, എങ്കിൽ നിന്നെ ഞങ്ങൾ പേടിപ്പിച്ചോടിക്കും. ഞാൻ പേടിച്ചില്ലെങ്കിലോ? ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാത്തവരായി ഈ ഭൂമുഖത്ത് ആരുമില്ല. ഓഹോ, എങ്കിലൊന്ന് പരീക്ഷിച്ചു നോക്ക്.
എന്താ കഴിഞ്ഞുവോ? ഇനിയും വല്ല കോപ്രായങ്ങളും ബാക്കിയുണ്ടോ? അല്ലയോ മഹാനുഭാവ, അങ്ങ് ആരാണ്? അങ്ങ് ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദയവ് ചെയ്ത് അങ്ങ് ഈ ചുടലപ്പറമ്പിൽ നിന്നും മാറിത്തരണം. ഞങ്ങൾ ഈ ചുടലയിൽ നൃത്തം ചെയ്യാനായി വന്നവരാണ്. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ എവിടെ നിന്ന്? ഒരു ഭാഗത്ത് ആടുകയോ പാടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. അതിന് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടോ? മനുഷ്യർ കാണെ ഞങ്ങൾ സാധാരണ നൃത്തം ചെയ്യാറില്ല. എങ്കിൽ ബാക്കി നൃത്തം നാളെ മതി. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോകില്ല. അയ്യോ, അങ്ങനെ പറയില്ലേ. ഞങ്ങൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. അതിനു മുമ്പ് ദയവ് ചെയ്ത് ഞങ്ങളിൽ നിന്ന് അങ്ങ് ഒരു വരം വാങ്ങണം. എനിക്ക് നിങ്ങളുടെ വരവും അനുഗ്രഹവും ഒന്നും വേണ്ട. ഒന്ന് പോയി കിട്ടിയാൽ മതി. എന്തെങ്കിലും ഒരു വരം തരാതെ ഞങ്ങൾക്ക് പോകാനാവില്ല. ഓ, ഇത് വലിയ ശല്യമായല്ലോ. ശരി, എങ്കിൽ ഞാൻ എന്ന് മരിക്കുമെന്ന് പറ. ഓ, അത് പറയാം. 38 സംവത്സരവും 7 മാസവും 6 നാഴികയും 4 വിനാഴികയും കഴിയുമ്പോൾ അങ്ങേക്ക് മരണം സംഭവിക്കും. എങ്കിൽ ഒരു ദിവസം കൂടി എനിക്ക് കൂടുതലായി ജീവിക്കണം. അങ്ങനെ ഒരു അനുഗ്രഹം തരൂ. ക്ഷമിക്കണം, അത്തരമൊരു അനുഗ്രഹം തരാൻ ഞങ്ങൾക്കാവില്ല. പിന്നെന്തിനാ നിങ്ങളുടെ അനുഗ്രഹം? വേഗം സ്ഥലം വിടാൻ നോക്ക്. നാണത്തുണ്ടായ പ്രാന്തൻ, നല്ലൊരു പ്രാന്തൻ, പഴം പ്രാന്തൻ, കാലിന് മന്തും തലയ്ക്ക് പ്രാന്തം വരാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയും. സന്തോഷമായി കുട്ടി, എല്ലാവരും സുഖമായി ഇരിക്കുന്നു അല്ലേ? ഒരമ്മയ്ക്ക് വേറെ എന്താണ് അറിയേണ്ടത്? ഈ അമ്മയ്ക്ക് നിങ്ങൾ മക്കളെ എല്ലാവരെയും ഒന്നിച്ചൊന്ന് കാണുവാൻ അതിയായ മോഹമുണ്ട്. അമ്മേ, ഞാൻ അമ്മയുടെ മൂത്ത മകൻ മേഴത്തോൾ അഗ്നിഹോത്രി, വേദാധ്യാപകൻ. എന്റെ കർമ്മഫലമെല്ലാം അമ്മയുടെ കാൽക്കലിതാ ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ, ഞാൻ നർത്തകിയും ഗായികയും കുലത്തിന്റെ വധുവുമായ കാരയ്ക്കൽ അമ്മ. ഇതാ എന്റെ കാൽച്ചിലങ്കകളും ഒറ്റക്കമ്പി വീണയും അമ്മയ്ക്കു സമർപ്പിക്കുന്നു. സുതം ദേവം പ്രണമാമ്യഹം. ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ശ്രീശബരീശം ശ്രീശൈലേശം ശ്രീദേവദേവസുതം ദേവം പ്രണമാമ്യഹം. ദേവം പ്രണമാമ്യഹം. ഞാൻ രചകൻ, മനസ്സിൻ്റെയും വസ്ത്രത്തിൻ്റെയും അഴുക്ക് കളയുന്നവൻ. ഈ വീരാളിപ്പട്ടിത ഞാൻ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അമ്മേ, ഞാൻ ഉളിയനൂരിലെ പെരുന്തച്ഛൻ. കല്ലും തടിയും ലോഹങ്ങളും കൊണ്ടുള്ള ജോലി ചെയ്യുന്നു. ഈ ഉളിയും മുഴക്കോലും ഇതാ അമ്മയ്ക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നു. ഞാൻ പാടത്ത് കൃഷിപ്പണി ചെയ്യുന്ന വള്ളോൻ. എന്റെ വിയർപ്പിന്റെ ധാന്യങ്ങളാണ് അമ്മയ്ക്കായി ഞാൻ കൊണ്ടുവന്നത്.
ഞാൻ പടയാളി വടുതല നായർ, കുലസംരക്ഷകൻ. ഇതാ എന്റെ വാളും പരിചയും അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ വൈശ്യൻ, കച്ചവടക്കാരനായ ഉപ്പുവറ്റൻ. എല്ലാത്തിന്റെയും സത്തായ ഭൂമി, ഭൂമിയുടെ സത്തായ ഉപ്പ് ഇതാ ഇവിടെ സമർപ്പിക്കുന്നു. ഞാൻ കവിയും സഞ്ചാരിയും ഗായകനുമായ പാണനാരാണ്. എന്റെ ഈ ഉടുക്ക് അമ്മയ്ക്ക് നൽകുന്നു. പോലുള്ള നാടൻ പാട്ട് പാട്ടൊന്നു പാടുന്നേ പാണനാര്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. ഞാൻ അകവൂർ ചാത്തൻ, മന്ത്രവാദിയും വൈദ്യനും. ഇതാ എന്റെ ദണ്ടും കവടിയും പലകയും അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ പായും പനമ്പും മുറവും കുട്ടയും നെയ്യുന്ന പറയനാണമ്മേ. ഇതൊക്കെ തന്നെയാണ് എന്റെ ഉപഹാരവും. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 മക്കളത്രേ പിറന്നു, ഞങ്ങൾ 12 കയ്യിൽ വളർന്നു. കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ 2 എന്ന ഭാവം തികഞ്ഞു. ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും പള്ളുപോലും ഉപ്പുകൊറ്റനും രജകനും കാരയ്ക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും, വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. കേരവൃക്ഷങ്ങളും നെൽപ്പാടങ്ങളും നിറഞ്ഞ താഴ്വര. അവിടെ ഹോമധൂമങ്ങൾ ഉയരുന്ന യാഗഭൂമികയിൽ ക്രിയാനിരതരായിരിക്കുന്ന വേദപണ്ഡിതന്മാർ, അലക്കുജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, കല്ലും തടിയും ലോഹവും കൊണ്ടുള്ള ജോലി ചെയ്യുന്നവർ, കൃഷിപ്പണിക്കാർ, പടയാളികൾ, കച്ചവടക്കാർ, നർത്തകിമാർ, ഗായകർ, വൈദ്യന്മാർ, മന്ത്രവാദികൾ, പായും പരമ്പും നെയ്യുന്നവർ, കവികൾ, ഭ്രാന്തുണ്ടെന്ന് നടിച്ചു നടക്കുന്ന ഭ്രാന്തില്ലാത്തവർ, ഇങ്ങനെ സമൂഹത്തിനെ നിലനിർത്തുന്ന പരമ്പരയുടെ ആവിർഭാവം ഒരമ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. ജാതിയുടെയും മതത്തിന്റെയും കുലത്തിന്റെയും പേരിൽ കലഹിക്കുന്നവർ ഓർക്കുക, തങ്ങളെല്ലാവരും ഒരച്ഛനമ്മമാരുടെ മക്കളാണെന്ന്. ഇവർ സമൂഹത്തിൽ നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തുന്നതിനു വേണ്ടി വ്യത്യസ്തമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം.